ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫാമിലി ട്രിപ്പ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു വാട്ടർഫോൾസിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ട്രാവലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. 2 ട്രാവലറായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് സെക്കൻഡ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കായലാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കും മനോഹരമായ കാഴ്ച കണ്ടത് കേട്ടോ. അവിടുത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരു ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്കാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിങ് ചെയ്തിട്ടില്ല ഗൈസ്. അവിടെ നല്ല ഒടുക്കത്തെ വെയിലായിരുന്നു, പറഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരുന്നു. മൂന്നാറ് വെച്ചിട്ട് കാര്യമില്ല ഗൈസ്, ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു വ്യൂ ആണ് എടുത്തിട്ട് തന്നിട്ടുള്ളത്. ആ മേഘം കണ്ടാൽ അറിയാലോ ഞങ്ങൾക്ക് നല്ല വെയിലാണെന്ന്. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് വന്നത് കേട്ടോ. അവിടുത്തെ വെള്ളത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു കുതിരനെ കണ്ടു. പിന്നെയാണ് കടകളുടെ വേലാട്ടം ഗൈസ്. എന്തോരം കടകളാണ്. പിന്നെ കുരങ്ങന്മാർ ഒരു കുഴക കണ്ട ഇത് ചാടാൻ വന്ന് ഞാൻ കൊണ്ട വഴി ഓടി കേട്ടോ. പിന്നെ ഞാൻ ഞങ്ങളെ ലേലമോള് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വേറെ സ്ഥലം കേട്ടോ, അവിടുത്തെ അല്ല. പിന്നെ ഞങ്ങളിത് അവിടെ കുറേ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ കണ്ടു. പച്ച നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്നു. പിന്നെ ഞങ്ങൾ കാണാൻ പോകുന്നത് കടകളാണ്. എന്തോരം കടകളാണ് വെച്ചാൽ എന്തോരം കടകളാണ്. കണ്ണാടുണ്ടായിരുന്നു, അങ്ങനത്തെ പലതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ബ്രെഡ് ഓംലേറ്റ് ആണ് കഴിച്ചത്. പിന്നെ ഇതിന് മേലെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അടിപൊളിയായ വ്യൂ കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുരങ്ങ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങിൻ്റെ അടുത്ത് മെല്ലെ നീങ്ങി ഞാൻ മേലെ കയറിയിട്ടുണ്ട്. ആ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അത്രയും ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കുറേ എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് കട എന്തൊക്കെയാണ് നമ്മൾ ട്രെൻഡിങ് ആയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പെൻസിൽ ബോക്സ്, ഉപ്പ് കർപ്പൂര വരെ ഉണ്ടാവും അവിടെ ഗൈസ്. എല്ലാ സാധനങ്ങളും കണ്ണാടുണ്ട്, മുട്ടായി ഉണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ മുട്ടായും തേനും ഒക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടകൾ എടുത്തിട്ട് മടിയായി. എത്ര പോലെയാണ് എടുത്തിട്ടുള്ള കുറേ പാക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണാടുണ്ടായിരുന്നു, എന്തോരം കണ്ണാടാണ്. അങ്ങനെ പോണ വഴിക്ക് ഈ പൂവൊക്കെ പറിച്ച് ഞങ്ങൾ വണ്ടി കയറിയപ്പോഴാണ് ഇവിടെ പോസ്റ്റായത് ഗൈസ്. പണ്ടിത്തെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്ഥലങ്ങൾ അടുത്തെങ്ങണ്ട പോകാമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്ന് രാത്രിയായി. അപ്പോൾ ഞങ്ങളിവിടെ ഏതോ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. എന്താ അറിയാം, ഓടും സ്റ്റക്കായത് അവിടെ കുരങ്കുട്ടി വന്ന് ചാടിയത് കൊണ്ടാണ് കേട്ടോ ഓടും സ്റ്റക്കായത്. അങ്ങനെ ഗൈസ്, ഈ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് വന്നത്. അതിന് മുന്നൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ്. അപ്പോൾ ഗൈസ്, പിന്നെ ഈ ഒരു ലവ് ചിഹ്നയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, ആ ഒരു പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ലവ് ചിഹ്നമാണ്. സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല അത്. പക്ഷെ അത് മറ്റേ അടുത്തേക്ക് പോയിട്ട് കിട്ടുന്നില്ല, അതാണ് ദൂരം നിന്നിട്ടത്. അത് ശരിക്കത്തെ ആനല്ല ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചു ശരിക്കത്തെ ആനയാന്ന്. പിന്നെ അവിടെ ലൈറ്റ് കൊണ്ടും ഇങ്ങനെ ഒക്കെ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കയറിയില്ല കണ്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.